ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മളൊരു ബൊട്ടിക് ഡിസൈനായിട്ടാണ് വന്നേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാറ്റേൺ ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ്. അപ്പോൾ നമുക്കിത് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഒരു വി നെക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നെക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ വരച്ച പാറ്റേണിന് മേളിൽ കൂടെ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കെച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേൺ കോപ്പി എടുത്തിട്ട് സ്കെച്ച് ചെയ്യാവുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇതുപോലെ കൈകൊണ്ട് ഫ്രീ ആയിട്ട് അങ്ങ് വരച്ച് കൊടുത്താൽ മതി. ഏകദേശം ആ ഒരു പാറ്റേൺ വരണമെന്ന് മാത്രമേ ഉള്ളൂ. എക്സാക്റ്റ് ആ ഒരു ലുക്കൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിൽ നമ്മുടേതായ രീതിക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ കൂടിയാണിത്. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഓൾ ഓവർ പാറ്റേൺ വരുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബീഡ്സ് ഇതുപോലെ ഞാനിപ്പോൾ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡൻ കട്ട് ബീഡ്സ് എടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറൊക്കെ എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് റൗണ്ട് ബീഡ്സ് ആണ്. പിന്നെ നമുക്ക് സീക്വൻസസും വേണം. നോർമൽ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലവേഴ്സ് വരുന്നിടത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലവേഴ്സ് വരച്ച് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ റൗണ്ട് ഫ്ലവേഴ്സാണ് വരുന്നത്. അതുകൊണ്ട് നമ്മളിതുപോലെ സ്റ്റെൻസിൽ എടുത്തിട്ട് റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലവേഴ്സ് വരേണ്ടടുത്തെല്ലാം ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് പാറ്റേൺ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അവിടെ തന്നെ വരയ്ക്കുകയാണെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ആ ഒരു ഭംഗി നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ വരച്ച് കൊടുക്കുന്ന അതായത് മാർക്ക് ചെയ്ത് കൊടുക്കുന്ന റൗണ്ടിനകത്താണ് നമ്മളിനി ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ലീഫ് ഇതിന് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ലീഫും കൂടെ വരച്ച് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഗ്യാപ്പ് വരുന്നിടത്തെല്ലാം നമുക്ക് ലീഫ് കൊണ്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതും കൂടെ നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാറ്റേൺ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് വർക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന ലൈൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടും ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കട്ട് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓരോ ബീഡ്സ് വെച്ചാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. ഏത് രീതിയിലാണോ നിങ്ങൾ ഫോളോ ചെയ്യണേ ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ ബീഡ്സ് വെച്ച് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് നമ്മളെല്ലാ വീഡിയോസിലും തന്നെ, അതായത് ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കാണുന്നവർക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അറിയാമായിരിക്കും അല്ലേ, നന്നായിട്ട് പഠിച്ചിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല സെക്യൂറായിട്ട് നിൽക്കും. അതുകൊണ്ട് നൂലഴിഞ്ഞ് വിട്ടു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പേടിയുള്ളവർ തീർച്ചയായിട്ടും ഇത് തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സംശയം ഉണ്ടാകുന്നതിൻ്റെ കാര്യം വീഡിയോ സ്കിപ്പ് ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോസിലും അതിൻ്റേതായ ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ അത് കേൾക്കാനായിട്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാനും ആ ഒരു രീതിക്ക് നന്നായിട്ട് ഇത് ട്രൈ ചെയ്യാനും പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ സ്റ്റെമ്മും കൊടുത്തേക്കുന്ന എല്ലാ കംപ്ലീറ്റ് സ്റ്റെമ്മും നമ്മളിതുപോലെ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ലീഫ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ബീഡ്സ് ലീഫാണ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സെൻറ്ററിൽ നിന്ന് 3 കുത്തിയെടുത്തിട്ട് 3 ബീഡ്സ് ഇതുപോലെ താഴേക്ക് നേരെ സെൻറ്ററിലേക്ക് കുത്തി കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇതിന് മുന്നേ ലീഫ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ അല്ലതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ സൈഡിൽ നിന്ന് ഇതുപോലെ കുത്തിയെടുക്കണം. നമ്മൾ സാധാരണ ത്രെഡ് കൊണ്ട് എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു പാറ്റേണാണ് ഫോളോ ചെയ്യുന്നത്. വീണ്ടും 3 ലീഫ് എടുത്തിട്ട് ഇതുപോലെ സെൻറ്ററിലേക്ക് കുത്തി കൊടുക്കുക. വീണ്ടും അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ തന്നെ കുത്തിയെടുക്കുക. അതിനുശേഷം 3 ബീഡ് വീണ്ടും കോർത്തെടുക്കുക. അതിനുശേഷം സെൻറ്ററിലേക്ക് കുത്തി കൊടുക്കുക. ഇങ്ങനെ നമുക്ക് 2-3 ലെയേഴ്സായിട്ട് ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ലീഫ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ കൊടുക്കുന്ന കംപ്ലീറ്റ് ലീഫ് നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഏതാണോ ലീഫ് ചെയ്യാൻ സൗകര്യം ആ രീതിക്ക് ബീഡ്സ് ലീഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിനകത്തൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻസ് ആയിട്ട് ചോദിക്കാം. നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആരും ഒന്നും കമൻറ്റ് ഇട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആ ഫ്ലവേഴ്സ് ഒന്ന് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്ലവേഴ്സിന് നമ്മളിതുപോലെ സ്റ്റെമ്മ് കൊടുത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് ആ സ്റ്റെമ്മും കൂടെ നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മൾ സീക്വൻസ് വെച്ചിട്ടാണ് ഫ്ലവേഴ്സ് ചെയ്യണത്. അപ്പോൾ ഈ സ്റ്റെമ്മൊന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇനി ഇതിന് നമ്മുടെ സെൻറ്ററിൽ റൗണ്ട് ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരുന്ന റൗണ്ട് ബീഡ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് വെച്ച് കൊടുക്കണം. അതിന് ശേഷം അതിന് ചുറ്റും നമ്മൾ സീക്വൻസസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ സീക്വൻസ് ഫ്ലവേഴ്സിൻ്റെ വീഡിയോസ് 1-2 ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ ഇതുപോലെ സെൻറ്ററിൽ നമ്മൾ മുത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ചുറ്റും സീക്വൻസ് വെച്ച് കൊടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ സീക്വൻസസ് ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മൾ എടുക്കുന്ന ത്രെഡ് ക്ലോത്തിൻ്റെ അതേ കളർ തന്നെ എടുക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ പുറത്തേക്ക് കാണും. അപ്പോൾ അതൊരു വൃത്തികേടായിരിക്കും. അതുകൊണ്ട് ത്രെഡിൻ്റെ കളറ് സെയിം ക്ലോത്തിൻ്റെ കളർ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കോർത്തെടുക്കുക. അതിന് ശേഷം നമ്മൾ താഴെ നിന്നാണ് കുത്തിയെടുക്കുന്നതെങ്കിൽ മുകളിലേക്ക് കുത്തി കൊടുക്കുക. അതിന് ശേഷം ഇതേപോലെ സീക്വൻസ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. ആ രീതിയിൽ തന്നെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി മുകളിൽ നിന്നാണ് നിങ്ങൾ കുത്തിയെടുക്കുന്നതെങ്കിൽ സീക്വൻസ് കുത്തിയതിന്
ശേഷം താഴേക്ക് കുത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ചെയ്ത് കൊടുക്കണം. ഒരുപാട് ഗ്യാപ്പ് ഇട്ട് കുത്തരുത്. ഇതുപോലെ ഒന്നിന് മേളിലൊന്ന് വരുന്നതായിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതേപോലെ ചുറ്റും ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ലെയറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 2 ലെയറിലായിട്ട് ഇത് ചെയ്തെടുക്കാം. നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീക്വൻസ് ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തതും ഇതേപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. സെൻറ്ററിൽ ഇതുപോലെ റൗണ്ട് ബീഡ് വെച്ച് കൊടുക്കുക, പിന്നെ ചുറ്റും സ്വീക്വൻസസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ 2 ലെയർ സ്വീക്വൻസസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ലെയർ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലെയർ കൊടുത്താൽ മതിയാവും. 2 ലെയർ കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് 2 ലെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഓരോരുത്തർക്കും അവരുടേതായ ഒരു രീതിയും ഒരു ഐഡിയയും ഉണ്ടാവുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈന്. ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയി. ഓൾ ഓവർ യോക്ക് എംബ്രോയ്ഡറി ആണ്. നല്ല ഭംഗിയായിട്ട് എല്ലാവർക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബൊട്ടിക് ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫോട്ടോസ് അയച്ചു തരണേ. നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ എന്തെങ്കിലും കമൻസോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് അതിനകത്തേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാവും കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ഫുള്ള് ഓൾ ഓവർ ചെയ്തെടുക്കണം. അപ്പം നല്ലൊരു ഔട്ട്ലുക്ക് എങ്ങനെ വരുന്നതെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ബീഡ്സിൻ്റെ സ്വീക്വൻസസിൻ്റെ ഒക്കെ കളർ വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതനുസരിച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെയാണ് ഔട്ട്ലുക്ക് വരുന്നത്. നല്ല കിട്ടുമായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നല്ല വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക്